ഇത് നമ്മുടെ ഒരു ഉച്ചക്കടയാണ്. ഉച്ചക്കട ബ്രാലി കഴിഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ റിസോർട്ട് മേഖലയിൽ പോകുന്നു. അവിടെ ഒരു 3 ഏക്കർ കൊടുക്കാനിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ റോഡാണ്. നമ്മളിപ്പോൾ ഉള്ളിലോട്ട് കയറും. ഇതാണ് നമ്മൾ എൻട്രി. ഇത് ഉച്ചക്കട. ഓക്കെ, ഇതാ ബ്രാലി കഴിഞ്ഞ് ഇതാ നമുക്ക് റോഡുണ്ട്. ഇതാ റോഡിൽ പോകണം. നല്ല വീതിയുള്ള റോഡാണ്. ഇതാ നമ്മൾ റോഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് ഇപ്പം ഇട്ട പുതിയ റോഡാണ്. നേരത്തെ ഉണ്ടായിരുന്നു റോഡ്. ഇപ്പം വീണ്ടും അതിൻ്റെ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ എത്താറായി. നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു 500 മീറ്ററേ ഉള്ളൂ ഉള്ളിലോട്ട്. ഇതാണ് ഇതിപ്പോൾ എത്താറായി. നമുക്ക് റിസോർട്ടിൻ്റെ നമ്മുടെ സ്ഥലത്തിൻ്റെ അടുത്ത് എത്താറായി. നല്ല കിടിലൻ സ്ഥലമാണ്. ഐസോള കുക്കയുടെ അടുത്താണ്. ഇതാ ഒരുപാട് റെസ്റ്റോറൻ്റൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇതെല്ലാം ഇവിടെ ഐസോള കുക്കയുടെ അടുത്താണ്. ഈ സ്ഥലം കിടപ്പുണ്ട്. ചേർത്ത് കിടപ്പുള്ളതാണ്. നമ്മൾ സ്ഥലം എത്തി. ഇതാ ഞാൻ എൻട്രിയാണ് കാണിക്കുന്നത്. ഈ പോസ്റ്റിൻ്റെ ഇതാണ് നമ്മുടെ സ്ഥലം. 3 ഏക്കറുണ്ട്. വീതി കുറവാണ്, വീതി കൂടുതലാണ്, നീളം കുറവാണ്. ഇതാ നമ്മളിതാ കാണിച്ചിരുന്നുണ്ട്. ഇതാണ് സ്ഥലം. അതിൽ കുറച്ചൊരു ചാനലുണ്ട് ഇവിടെ. വെള്ളത്തിൻ്റെ ബോട്ട് സർവീസിനൊക്കെ ഉപയോഗിക്കാനുള്ള രീതിക്കാണ് ഇട്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സ്ഥലം. ഫുള്ളും നമുക്ക് റോഡാണ്. ഫുള്ളും നമുക്ക് റോഡാണ്. വലിയ റോഡാണ്. ഇത് വേറെ നമുക്ക് അവിടെ ഹോട്ടലൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ ഒരുപാട് ഹോട്ടലും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഓപ്പോസിറ്റ് ഇതെല്ലാം ഫ്രണ്ടാണ്. നമുക്കെല്ലാം ഈ റോഡെല്ലാം നമ്മുടെ ഇതിൽ വരുന്നതാണ്. നമ്മൾ മണ്ണിട്ട് നിറത്തിയിട്ടുണ്ട്. ഫുള്ളും നമ്മൾ എവിടെയൊക്കെ ആയിട്ടുണ്ട് മണ്ണ്. ഇതെല്ലാം നമ്മളിപ്പം വണ്ടി നമ്മളെടുത്ത് മണ്ണ് ഇട്ടതാണ്. ഈ സ്ഥലമാണ് ഇപ്പോൾ വിൽക്കാൻ കിടക്കുന്നത്. 3 ഏക്കറുണ്ട്. 2.5 പറയുന്നത് ഒരു സെൻറ്റിന്. നമുക്ക് എന്തെങ്കിലും അതിന് സംസാരിച്ച് എന്തെങ്കിലും ക്ലിയർ ആക്കാം. കുഴപ്പമില്ല. ഇതിപ്പോൾ ഇതെല്ലാം ഉണ്ട്. കാട് പിടിച്ച് കിടക്കുന്നു. ഇത് ഐസോള കുക്കയുടെ അടുത്താണ്. ഇത് ഐസോള കെ മണിയുടെ മരുമോൻ്റെ റെസ്റ്റോറൻറ്റ്. ഇതാണ് റിസോർട്ടാണ്. ഇതാ നമ്മൾ പിന്നെ ഉള്ളിലോട്ട് പോകും. ഒരു ബ്രിഡ്ജുണ്ട്. ഈ മതിലാണ് നമുക്ക് അവരുടെ മതിലാണ്. പക്ഷേ ഇതാണ് നമ്മളെ എൻട്രൻസ്. ഇതെല്ലാം നമ്മുടെ സ്ഥലമാണ്. ഇതാ കിടക്കുന്നത്. ഇതെല്ലാം നമ്മുടെ സ്ഥലമാണ്. അപ്പോൾ കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. സ്ഥലം ഒരുപാട് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ബൈക്കിൽ പോയിട്ടാണ് എടുക്കുന്നത്. നടന്നെടുക്കണമെങ്കിൽ ഒരുപാട് ദൂരമുണ്ട്. ഇതെല്ലാം നമ്മുടെ സ്ഥലമാണ്. ഇതിലിപ്പം കുറച്ച് സൈഡ് വെള്ളം കിടപ്പുണ്ട്. ഇത് ബോട്ട് സർവീസിലിട്ടിരിക്കുകയാണ്. ഈ വെള്ളം നമുക്ക് ബോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള രീതിക്കാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ റോഡുണ്ട്. ഈ സൈഡ് റോഡുണ്ട്. സ്ഥലം താല്പര്യമുള്ളവർക്ക് ഞാൻ നമ്പർ മെൻഷൻ ചെയ്യാം. അതിലോട്ട് വിളിച്ചാലും മതി. ഒരു സ്ഥലം ഡയറക്റ്റ് കണ്ടിട്ട് ബോധ്യപ്പെട്ട് മാത്രം എടുത്താൽ മതി. പക്ഷെ എന്തായാലും കൂടി നല്ല സ്ഥലമാണ്. റിസോർട്ടോ നമുക്ക് വേറെ റൂംസോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ബെസ്റ്റ് പ്ലേസാണ്. നമുക്കിതിങ്ങനെ വന്ന് ഈ കായലെത്തും. നമുക്ക് ഈ ബോട്ട് സർവീസിനാണ് നമ്മളിപ്പം ചെയ്തിരിക്കുന്നത്. ഈ കായലെത്തും. ആ ബ്രിഡ്ജിൻ്റെ ഇതാണ്. ഈ കായലെത്തും. ഇവിടെ നിന്ന് ബോട്ട് സർവീസ് ഉണ്ടാവും. ഓക്കെ, ഇതാണ്. ഇതുവരെ ഉണ്ട്. നമുക്ക് ഈ ബോട്ട് അവിടെ നിന്ന് വന്ന് നമ്മളെ സ്ഥലത്ത് നിന്ന് വന്ന് ഇതുവരെ എത്തും. ഓക്കെ, ഇതൊരു ബ്രിഡ്ജാണ്. ഇത് കാണുന്നെല്ലാം നമ്മുടെ ഫ്രണ്ടേജാണ്. അതാ കാണുന്നുണ്ടല്ലോ, അതെല്ലാം നമ്മുടെ ഫ്രണ്ടേജാണ്. ഈ വഴി അങ്ങോട്ട് പോകും. ഇതെല്ലാം നമ്മുടെ ഫ്രണ്ടേജാണ്. ഇതെല്ലാം നമ്മുടെ സ്ഥലം തന്നെ. നമ്മൾ ഇതിട്ടിരിക്കണത് ഇത് ക്ലീൻ ചെയ്ത് തരും. ഇതൊക്കെ ക്ലീൻ ചെയ്ത്
നമ്മൾ നല്ല സെറ്റപ്പ് ആക്കി തരും, സ്ഥലമൊക്കെല്ലാം നല്ല ക്ലിയർ ആക്കി തരും. ഈ കാടെല്ലാം മാറും. അതായത് തൊട്ടടുത്തുള്ള പറഞ്ഞ സ്ഥലത്തിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊക്കെയാണ്. ഇതാ നിങ്ങൾക്ക് ഇവിടെ നോക്കാം. ഇതൊക്കെ നമ്മുടെ തൊട്ടടുത്തുള്ള ഇതാണ്, ഉണ്ടോ? ഇതെല്ലാം ഇവിടെ റെസ്റ്റോറൻറ്റുകളാണ്. നമുക്കിവിടെ നമ്മുടെ സ്ഥലം കിടക്കുന്ന ഐസുള്ളൊക്കെ നമ്മൾ കാണിച്ചില്ലേ, അവരാണ്. ഇതെല്ലാ സ്ഥലങ്ങളും ഇവിടെ എല്ലാം റിസോർട്ട് മേഖലയാണ്. ഇതാ നമ്മുടെ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് ബ്രിഡ്ജിൻ്റെ അടുത്താണ്. ഇതാ ബോട്ട് സർവീസ് കാണിക്കുന്നുണ്ട്. ഇതാ ഫോറിനറൊക്കെ അടുത്ത് ഇതാ ബോട്ടിൽ സർവീസ് ചെയ്യുന്നുണ്ട്. ഇതാ എല്ലാം ബോട്ട് സർവീസൊക്കെ ഉള്ള ഏരിയയാണ്. ഇത് നമ്മുടെ സ്ഥലത്തിന് തൊട്ടടുത്താണുള്ള ഏരിയയാണ് ഞാൻ കാണിക്കുന്നത്. അതായത് തൊട്ടടുത്ത് ബാറാണ്. ഇവിടെയും ഒരു ബാറുണ്ട്, ഓപ്പോസിറ്റ് ലീല ഹോട്ടലാണ്. ഇതെല്ലാം റിസോർട്ട് മേഖലയാണ്. ഇതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ സ്ഥലം കിടക്കുന്നത്. ഇവിടെ ഒരു റിസോർട്ടുണ്ട്. അതിൽ തിയേറ്ററും കാര്യങ്ങളും കാണാൻ നല്ല ഫേമസ് ഏരിയയാണ്. പൂവാർ ഗൂഗിളിൽ അടിച്ച് നോക്കിയാലേ കിട്ടും. ഇതെല്ലാം റിസോർട്ട് മേഖലയാണ്. തൊട്ടടുത്ത് തന്നെ ബസ് സ്റ്റാൻഡുണ്ട്. പൂവാർ ബസ് സ്റ്റാൻഡ് തൊട്ടടുത്താണ്. ഇതിനൊരു 200 മീറ്റർ സ്ഥലത്തിൽ വരുന്നതാണ്. ഇതെല്ലാം നമ്മുടെ സ്ഥലത്ത് തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ്. ഇതെല്ലാം റിസോർട്ട് മേഖലയാണ്. ഇതെല്ലാം റൂംസും ആയുർവേദിക്ക് എല്ലാം ഇതിൻ്റെ ഇവിടെ തന്നെ ഉണ്ട്. എല്ലാ റൂംസെല്ലാം കെട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു സൈഡ് മാത്രമേ എടുക്കുന്നുള്ളൂ, ഓപ്പോസിറ്റും അതേ സെയിം എല്ലാം ഉണ്ട്. കാർ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോട്ട് സർവീസാണ്. നമ്മുടെ സ്ഥലത്തിന് തൊട്ടടുത്താണ് കിടക്കുന്നത് ഇതൊക്കെല്ലാം. കായൽ, കിൻഫിഷർ ബോട്ടിങ്. ഗോകുലാൻഡ്. ഇതിവിടെ വലിയ ഫേമസ് ആണ് ഗോകുലാൻഡ്. ഇവിടെ എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. ഗോകുലാൻഡാണ് ഇതിവിടെ ഏറ്റവും വലിയ ഫേമസ് ആണ്. ഇത് കുട്ടികൾക്കും അവർക്കൊക്കെ കളിക്കാൻ പറ്റുന്ന ഏരിയയാണ്. ഇത് റൂംസും ഇവിടെ ഇതൊക്കെ ഉള്ളതാണ്. ആയുർവേദിക്. ഇത് മഹേന്ദ്ര ക്ലബ്ബാണ്. ഇത് നെറ്റിലൊക്കെ അടിച്ചാൽ കിട്ടും. വലിയൊരു ഇതാണ്, റിസോർട്ട് മേഖലയാണ്.
ഇത് ബീച്ചാണ്. ഇത് നമ്മുടെ ബോട്ട് സർവീസ് ഞാൻ പറഞ്ഞില്ലേ, കായലും കടലും ഒരുമിച്ചുള്ളതാണ്. ഇവിടെയാണ് എല്ലാ ബോട്ടുകളും നമ്മൾ പറഞ്ഞ എല്ലാ നമ്മളെ സ്ഥലം കാണിച്ചു തന്നല്ലോ, ആ സ്ഥലത്തിനും വരുന്ന ബോട്ട് ഇവിടെയാണ് എത്തുന്നത്. കായലും കടലും ഒരുമിച്ച് കിടക്കുന്ന സ്ഥലമാണ്. എല്ലാം കാണുന്നുണ്ടല്ലോ, ഇത് കായലാണ്. ഇത് കായൽ, അത് അപ്പുറത്ത് കിടക്കുന്നത് ബോട്ടൊക്കെ ഉണ്ട്. ബോട്ട് സർവീസ് നമ്മൾ ആ ബ്രിഡ്ജിൻ്റെ താഴെ കണ്ടതെല്ലാം ഇങ്ങോട്ട് ഇവിടെയാണ് വരുന്നത്. ഫൈനൽ എല്ലാവരും വരുന്നത് ഇവിടെയാണ്. ഇത് റോഡാണ്. നല്ല ബോട്ടൊക്കെ പോയിട്ടുണ്ട്. മദർ മേരി സ്റ്റാച്ചു കണ്ടോ, ബോട്ടൊക്കെ കണ്ടോ, ബോട്ട് ഇതാണ് കായൽ, കടൽ. ഇതിപ്പോൾ കാണിക്കും, കടൽ. ഓക്കെ, കായലും കടലും ഒരുമിച്ച് കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെയാണ് നമ്മുടെ സ്ഥലം കിടപ്പുള്ളത്. ഇതിൻ്റെ തൊട്ട് ബാക്കിലാണ് ഈ കാണുന്ന ആ ബിൽഡിങ്ങിൻ്റെ വീട് കാണുന്നുണ്ടല്ലോ, കായൽ കിടക്കുന്നില്ലേ, ആ വീടിൻ്റെ ബാക്കിലാണ് നമ്മുടെ സ്ഥലം കിടപ്പുള്ളത്. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഇങ്ങോട്ട് വന്ന് അവസാനിക്കുന്നത് ഇവിടെയാണ്. എല്ലാ ബോട്ടുകളും വരുന്ന സർവീസ് നല്ല വ്യൂ ആണ്. ബോട്ടിലാണ് ഏറ്റവും കൂടുതൽ, ബോട്ട് സർവീസാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. അതിൻ്റെ റൂമും സ്റ്റേയും കാണാൻ നല്ല ഭയങ്കര ഭംഗിയുള്ള ഏരിയയാണ്. പൂവാർ പൊഴിയൂർ എന്നാണ് പറയുന്ന സ്ഥലത്തിൻ്റെ പേര്. ഗൂഗിൾ അടിച്ച് കിട്ടും. ഗൂഗിൾ അടിച്ച് കഴിഞ്ഞാൽ പൂവാർ കിട്ടും. കാണാൻ സൂപ്പറായിരിക്കും, കാണാൻ വേണ്ടി സൂപ്പറായിരിക്കും. എന്ത് ഭംഗിയുള്ളതെന്നറിയാം. ബോട്ട് സർവീസൊക്കെ കണ്ടോ, ബോട്ടൊക്കെ. ഇത് കാണാൻ നാച്ചുറലാണ്. ഇത് കായലാണ്. ഇത് കായൽ, ഇത് കടലാണ്. ഇത് ബോട്ട് സർവീസാണ്. ഒരുപാട് ആൾക്കാർ, ഗസ്റ്റുകൾ ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. ഇവിടെ ഈവനിങ് ആകുമ്പോൾ ഒരുപാട് പേര് കുളിക്കും. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ്, ഈ പൂവാർ ഏരിയയിൽ ഏറ്റവും ബെസ്റ്റ് നമ്പർ 1 പ്ലേസാണിത്. കായലും കടലും കിടക്കുന്ന ഏരിയയാണ്. ഇത് കാണാൻ വേണ്ടിയാണ് വിദേശത്തു നിന്ന് പല രാജ്യങ്ങളിൽ ആൾക്കാർ വരുന്നത്. ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയാണ് വരുന്നത്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടിരിക്കുന്ന ലൊക്കേഷൻ എല്ലാം നമ്മുടെ സ്ഥലത്തിൻ്റെ ചുറ്റുപാടുള്ള സ്ഥലങ്ങളൊക്കെയാണ്, ഏരിയയൊക്കെയാണ്. തൊട്ടടുത്താണ്, എല്ലാം തൊട്ടടുത്ത് വരുന്നതാണ്. അപ്പോൾ ഈ സ്ഥലം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമോ കാര്യങ്ങളുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ മെൻഷൻ ചെയ്യാം, അതിൽ കോൺടാക്ട് ചെയ്തോളൂ. ഇതിന് വരുന്ന വില എന്ന് പറയുമ്പം 2,50,000 ആണ്, ഏകദേശം 2,50,000 വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും, എൻ്റെ നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.